मारेगा ट्राई करो അമലിന് എന്തൊക്കെ തോന്നുന്നു ഇവരെങ്ങനെ നമുക്ക് ഒതുക്കാൻ പറ്റുമോ ഒരു 10 ദിവസത്തിനുള്ളിൽ പറ്റുമോ പക്ഷെ ഇവര് ഭയങ്കര പ്രശ്നങ്ങൾ പറയണേ ഇവനെ വിട്ട കുതിരയുടെ കൂടെ ഓടി പോണടാവാണെന്നാണ് മുതലാളി പറഞ്ഞിട്ടുള്ളത് ഈ പഞ്ചാബികൾ ഇവിടെ ലേലു എന്ന് പറഞ്ഞ് രണ്ടും മരണ്ട് നമ്മ കെട്ടിടും ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നിട്ട് വന്ന് വിളിച്ച് ഒരു മരത്തവൻ ഞാൻ ഒരു മരത്തവൻ നീ കേരളക്കാരെ വില തുടങ്ങി കളയാൻ പാടില്ലേ കൈയിടാണ്ട് ഒരു വടിയിട്ട് കൊടുത്തു കയറാ വടി കടി എങ്ങനെ കിട്ടണമെന്ന് അറിയാൻ വേണ്ടി അടികൂട എന്റെ കഴിച്ചു പൊളി നമുക്ക് നോക്കാം നമ്മൾ എത്ര ദിവസത്തിൽ അവരുടെ ട്രെയിനിങ് ഫിനിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ തിരിച്ച് റിട്ടേണിലോട്ട് കേരളത്തിലോട്ട് എത്തുന്നത് एक तो ब्राउनी जो है लैब्राडोर है वो एक बार आप खोल दो तो पूरा भाग जाएगा मतलब रुकेगा ही नहीं और मतलब अगर लीज अगर छोड़ दिए तो फिर पकड़ना बहुत मुश्किल है और मैक्स का ऐसा है कि वो बहुत मतलब चंचल है मतलब हर वक्त बस कूदना है और किसी को ये नहीं सुनता नहीं है बात किसी का भी रिक्वायरमेंट क्या क्या है इसका रिक्वायरमेंट मैक्स का रिक्वायरमेंट पूरा उसको काम एंड क्वाइट करना है और दोनों को लीज ये करना है ऑफ लीज करना है और मैक्स का बाइक ट्रेनिंग भी करवाना है ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മോണോമാർക്ക് ആ ജെറ്റ് പോലെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ് അപ്പോൾ ഇവരുടെ ബിഹേവിയറിങ് ഇഷ്യൂസുകളും പ്രോബ്ലംസുകളും ഒക്കെയാണ് ഓണർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ 10 ഡേയ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ട്രെയിനിങ് ഇമ്പ്രൂവ്മെൻറ്റ്സുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവന് ഒരൊറ്റ ബേസിക് ഒബീഡിയൻസ് അറിയില്ല അപ്പോൾ ഇവർക്ക് എത്ര കമാൻഡുകൾ ഒരു 10 ഡേയ്സിൻ്റെ ഉള്ളിൽ പഠിക്കുന്നുണ്ട് മെയിൻലി നമ്മുടെ ഈ വീഡിയോസുകൾ ഉപകരിക്കുക 1 മാസം 2 മാസമൊക്കെ ഡോഗ്സിനെ വേറെയുള്ള ട്രെയിനിങ് സെൻറ്ററിലോട്ട് മാറ്റി നിർത്താനുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവരൊക്കെ നമ്മുടെ ഈ വീഡിയോസുകൾ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ടിപ്സുകളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് അവർ ഡോഗ്സിനെയും ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഉള്ള നമ്മൾ 5 ഡേയ്സിന് ശേഷം ഇവരെ ഈ റീസോഴ്സ് ഗാർഡിങ് ഫുഡ് അഗ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് എടുക്കണം നമ്മള് എടുക്കാൻ പറ്റുമോ ആ ബൗള് ഞാൻ പറയുന്നത് എടുക്കാൻ പറ്റുമെന്നാ പറയുന്നത് ഞാൻ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം നീ അത് തുറന്ന് വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് കൈ പോവുക എപ്പോഴും ഇങ്ങനെ പോകരുത് ഒന്ന് കൂളായിട്ട് തുറക്ക് അടുത്ത് ബൗളെടുത്ത് ഉള്ളിൽ കയറും അവിടെ നിന്ന് ആ ബൗളോടെ വെച്ച് ഇങ്ങോട്ട് ഇറങ്ങി ഒരു വട്ടം കൊണ്ട് ഉള്ളിൽ പോയി ഇനഫ് എന്നുള്ളൊരു കമാൻഡാണ് പറയേണ്ടത് കേട്ടോ എടുത്ത അവിടെ വെച്ചോ ഇനഫ് പറഞ്ഞിട്ട് ആ ബൗൾ എടുത്തോ ധൈര്യത്തിൽ എടുക്കുക എന്നെ മാത്രം നോക്ക്
ക്യുക്ക് എന്ന് പറഞ്ഞിട്ട് അതിനുള്ളിലോട്ട് വിളിച്ച് Cube. Max. സിറ്റ് പറഞ്ഞു. Sit. ഇനഫ് എന്ന് പറഞ്ഞിട്ട് ആ ബൗൾ ഒരു വട്ടം Left. എടുത്തോ എടുത്തോ. Left. ഗുഡ് ബോയ് ഒരേ ഒരു വട്ടം പറഞ്ഞാൽ മതി. ഗുഡ് ബോയ് എന്ന് പറയുന്നു. Boy. ഇനി ഒന്ന് സിറ്റ് പറഞ്ഞു. Sit. Max. Sit. ഗുഡ്. അവിടെ ബൗൾ വെച്ച് അവരോടുകൂടി ഇനഫ് പറഞ്ഞിട്ട് ബൗൾ എടുത്ത് Left. ഓട്ടോമാറ്റിക്കലി ഡോഗ് സിറ്റ് ആവും. ആ സമയത്ത് ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട് അതവിടെ ബൗൾ വെക്കണം. യെസ്, Boy. ഗുഡ് ബോയ് എന്ന് പറഞ്ഞാൽ മതി. വോയിസ് കൊണ്ട് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ടച്ചിങ് ഡോഗ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് ടച്ച് ചെയ്യണം ഗുഡ് ബോയ് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഗുഡ് വോയിസിൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. അപ്പന്നെ ട്രീറ്റ് അവിടേക്ക് എത്തിക്കുക, അതായത് ഫീഡ് അവിടേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് പെറ്റ് ചെയ്യുന്നത് ആ ഡോഗ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഒന്ന് പെറ്റ് ചെയ്ത് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ്. Good boy. ഓക്കെ, അങ്ങനെ ഒരു ഇതിലല്ല, ഒരു നല്ല ഒരു കോൺഫിഡൻസിൽ ബാക്കൗട്ടായിട്ട് വേണം ഇങ്ങനെ പെറ്റ് ചെയ്യാൻ. ഗുഡ് ബോയ്. ഒരു വട്ടം കൂടി ഇനഫ് എന്ന് പറഞ്ഞിട്ട് ആ ഇതെടുത്ത് Left. ഇനഫ്. ഓട്ടോമാറ്റിക്കലി ഡോഗ് ഒരു വട്ടം കൂടി സിറ്റ് ആവും. ആ സമയത്ത് അവിടെ ട്രീറ്റ് വയ്ക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യും. ഡോഗിൻ്റെ ബോഡിയിലാണ് ടച്ച് ചെയ്യേണ്ടത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഡോഗ് ഓട്ടോമാറ്റിക്കലി അവിടെ ഇരിക്കും. യെസ്, Good boy. ടച്ച് ഈ ബോഡിയിൽ ഗുഡ് ബോയ്. Boy. ഗുഡ് ഗുഡ്. അങ്ങനെ വോയിസ് കൊണ്ട് ഇങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫുഡ് അഗ്രഷൻ നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മളവരെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓണേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്ത് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ആ ഫുള്ളായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഡോഗ്സിനും നമ്മൾ മുമ്പ് കാണാം, ഇവിടെ ഡോറ് തുറന്നിട്ടിട്ട് ഇവർക്ക് രണ്ടാൾക്ക് ഫീഡ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ബൈറ്റിങ്ങും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മുമ്പത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് അവരെ മാറ്റിയെടുക്കാവുന്നുള്ളൂ. ഇത് ഒരു ബാഡായിട്ടുള്ള ബിഹേവിയറിങ്ങാണ് അവരുടെ മൈൻഡിലോട്ട് മനസ്സിലാവണം, ഡോഗിന് തന്നെ മനസ്സിലാവണം. അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഒരു വട്ടം കൂടി ഇനഫ് ഇനഫ് എന്ന് പറഞ്ഞാൽ ഡോഗ് ഓട്ടോമാറ്റിക്കലി നിൽക്കുന്നത് കണ്ട, അങ്ങനെയാവണം. ഗുഡ് ബോയ്. അപ്പോൾ വോയിസിൽ ഗുഡ് ബോയ്, ഗുഡ് ഗുഡ്. ഡോഗ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിനെ നമ്മൾ നല്ല രീതിയിൽ പുഷ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഗുഡ് ഗുഡ് ഗുഡ്. അത് നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഗുഡ് ഗുഡ് Good. കറക്റ്റ് ടൈമിങ്ങിൽ വെക്കണം. മനസ്സിലായില്ലേ? ടൈമിങ്ങിൽ ഗുഡ്. Good boy. ടൈമിങ്ങാണ് ഏറ്റവും വലിയ കാര്യം. ഗുഡ് ഗുഡ്. അപ്പോൾ എത്ര നല്ല ഇമോഷണലിയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ്, എങ്ങനെയാണ് നമ്മുടെ ഫെറമോൺ എങ്ങനെയാണ്, അതൊക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോഴവൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ് നോട്ടം. ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല, നീ ചെയ്യുമ്പോൾ ഇവൻ ഒരു പ്രത്യേക രീതിയിലാണ് നോക്കുന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നീ വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിന് കുറച്ചും കൂടി ഒന്ന് ഇവരായിട്ടൊന്ന് ഇഴുകി ചേരണം. മനസ്സിലായില്ലേ? നിനക്ക് എത്രത്തോളം ഈ ഡോഗുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളുണ്ട്, എത്രത്തോളം നീ ഇതിൽ ഇൻവോൾവ്ഡ് ആണെന്നൊക്കെ എനിക്ക് ഈ ഒരു രീതിയിൽ മനസ്സിലാവും. അതുപോലെ ഞാൻ പറയണോണം നീ കോൺഫിഡൻസോട് കൂടി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ബൈറ്റ് ചെയ്യുമോ അങ്ങനെയുള്ള ഒരു പേടികളും വേണ്ട. ഗുഡ് ബോയ് എന്ന് പറയും. നിൻ്റെ ഐ കോണ്ടാക്ട് എടുക്കുന്നു. ഗുഡ് ഗുഡ്. ആ കണ്ടിൽ നോക്കുമ്പോൾ ഗുഡ് ബോയ് പറയടാ. ഗുഡ് ബോയ്. വോയിസ് കൊണ്ട് പറഞ്ഞാലും മതി. ഗുഡ് ഗുഡ്. Good. ബ്രൗണി കം ക്യുക്ക്. ഇനി നമുക്ക് ബ്രൗണിക്ക് ഫീഡ് കൊടുക്കുക. ഇവനെ അങ്ങോട്ട് മാറ്റി നിർത്തും. ക്യുക്ക്.
പുസ് സിറ്റ് ബ്രൗണീനെ വിളിച്ച് Brownie. നാപ്പ് ക്യുക്ക് ഇതാണ് അവൻ്റെ സ്റ്റാൻഡിൽ കൊണ്ടുവച്ചത്. വെക്കി സ്റ്റേ സ്റ്റേ നാപ്പ് ഗുഡ് ഗേൾ യെസ് ടേക്ക് ഗുഡ് ഗേൾ. ഇങ്ങനെയാണ് എന്നെ ഹാൻഡിൽ ചെയ്യും. മനുഷ്യന്മാരായിട്ടും ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. പക്ഷെ നമുക്കറിയില്ല അവരായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ അത്രത്തോളം കോൺസെൻട്രേറ്റഡ് അല്ല. അതുകൊണ്ടാണ് അത് നീ നല്ല പോലെ ഇത് പാഷനേറ്റഡ് ആയിട്ട് എടുക്കുക. അപ്ഡേഷനായിട്ട് ഈ വീഡിയോസുകളൊക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരും അതിൻ്റേതായിട്ടുള്ളത്. ഒരു ദിവസം എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ നമ്മൾ ഡോഗിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ട്, എത്ര ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യണത് ഇന്ത്യയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസുകൾ കണ്ടുകൊണ്ടേയിരുന്ന വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവണം. ഡോഗായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ട്രെയിനിങ് ആണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും. ഈ അഗ്രസീവായിട്ടുള്ള ഡോഗുകൾ, ഓണർമാരെ കടിക്കുന്ന ഡോഗുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രോബ്ലംസുകൾ നമുക്കിപ്പോൾ കോളുകളിൽ കൂടെയൊക്കെ വരും, നമ്മൾ പോയിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസുകൾ, ഓണർമാരെ കടിക്കുന്നൊക്കെ പ്രോബ്ലംസുകളൊക്കെ വരാണ്ടിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടിയുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ പറ്റണം. അതാണ് ഞാനിത് കൂടി ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഡോഗിൻ്റെ ബോഡി ലാംഗ്വേജ്, ബിഹേവിയറിങ്, ഏജിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസുകൾ, ഇങ്ങനെയുള്ള ഫുഡ് അഗ്രഷൻ, റിസോഴ്സ് ഗാർഡിങ്, ഹ്യൂമൺ അഗ്രഷൻ, എനിമൽ അഗ്രഷൻ, അതൊക്കെ ഡിപ്പെൻഡ് ഓഫ് ബ്രീഡ് വരാനുള്ള കാരണങ്ങളും അതൊക്കെ ഒഴിവാക്കാനുള്ള സാധ്യതകളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിൻ്റെയും ബ്രൗണിയുടെയും റിസോഴ്സ് ഗാർഡിങ്, ഫുഡ് അഗ്രഷൻ, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അങ്ങനെയൊക്കെയുള്ള ടിപ്സുകളും കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ, ഇതൊരു സെക്കൻഡ് പാർട്ടാണ്, തേർഡ് പാർട്ടിൽ നമുക്ക് അവരുടെ ഒബീഡിയൻസ് ഓഫ് ലീഷൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.